കൃഷിദർശൻ്റെ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ കാർഷിക രംഗത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആശങ്കകളുണ്ട്. അതിലൊന്ന് തൊഴിലാളികളുടെ ദൗർലഭ്യം, പ്രതികൂലമായ കാലാവസ്ഥ, ജലത്തിൻ്റെ ദൗർലഭ്യം. ഇവയെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ ഭരണാധികാരികളും കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം. ഇതിനെല്ലാം ഒരു പരിഹാരമാർഗം കാണുന്നതിന് വേണ്ടി നിരന്തരമായി നാം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും ഫലപ്രാപ്തിയിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കൃഷി അന്യമായി പോകുമോ എന്നൊരു സംശയത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ് നാം ഇപ്പോൾ. അതിനിടയിലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിവന്ന ഒരു പുതിയ സാങ്കേതികവിദ്യ ഹൈടെക് കൃഷി. ഈ ഹൈടെക് കൃഷിയെക്കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്നു, പരിശീലന പരിപാടികൾ നടക്കുന്നു, നിരവധി കർഷകർ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇത്തരം പരിപാടികൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയുള്ള ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ പി സുശീല, അദ്ദേഹം മഹതിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലെ അതിഥി. ഡോക്ടർ സുശീലയ്ക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഹൈടെക് കൃഷിയെക്കുറിച്ച് നമ്മൾ വളരെയധികം ഒരുപാട് സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. താങ്കൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു, കർഷകർ പങ്കെടുത്തിരിക്കുന്നു. താങ്കൾ തന്നെ അനവധി അന്താരാഷ്ട്ര ദേശീയ സെമിനാറുകളിൽ പങ്കെടുത്തിരിക്കുന്നു, നിരവധി പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു, അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണോ ഹൈടെക് കൃഷിയാണോ കേരളത്തിൻ്റെ നാളത്തെ ഒരു വാഗ്ദാനം കൃഷിയെ നിലനിർത്തുന്നതിന്? അതെ, നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാൻഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ കാലാവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ 5 മാസത്തോളം മഴയാണ്. അപ്പോൾ പച്ചക്കറി കൃഷി നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ ഉണ്ട്, യുവാക്കൾ നല്ല വിദ്യാസമ്പന്നരാണ്. പിന്നെ നമ്മളുടെ അവിടെ ഈ സ്ഥലം വളരെ പരിമിതമായിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ ലഭ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്ന സമയത്ത് ഇന്ന വിധത്തിൽ മഴ കിട്ടും, അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ ഇന്ന കാലാവസ്ഥയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പുറത്ത് കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നല്ല വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, യുവാക്കളെ നമുക്ക് കൃഷിയിൽ നിർത്തണമെങ്കിൽ അവർക്ക് ഒരു സൊസൈറ്റിയിലൊരു സ്ഥാനം ഉണ്ടായിരിക്കണം, അവർക്ക് പുതിയ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കണം, അവരുടെ ബ്രെയിൻ യൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരിക്കണം. അപ്പോൾ പൈസ മാത്രം പോരാ, കൂടുതൽ സൊസൈറ്റിയിൽ ഒരു സ്ഥാനം കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, പിന്നെ മാത്രമല്ല നമ്മുടെ അവിടെ ഈ പണിക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഇതും എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് ഹൈടെക് കൾട്ടിവേഷൻ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ യുവാക്കളും ജനങ്ങളും എല്ലാവരും, കൃഷിക്കാരെന്നില്ല, ഡോക്ടർമാർ വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, റിട്ടയർ ചെയ്ത ആളുകൾ കുറേ പേര് വരുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വന്ന കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യമായ കൃഷിക്കാരെക്കാൾ കൂടുതൽ വേറെ ഉള്ള അതെ കൂടുതലായിട്ട് അങ്ങനെയുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈടെക് കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, അതുപോലെ തന്നെ ഗ്രീൻ പോളി ഹൗസസ്. നമുക്ക് ആദ്യമായിട്ട് ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്താണെന്നൊന്ന് വിശദീകരിക്കണം. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷി എന്ന് പറയുന്നത് നമ്മൾ വെള്ളവും വളവും വളരെ കൃത്യമായി ചെടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മണ്ണ് പ്രിപ്പയർ ചെയ്യും. മണ്ണ് നന്നായിട്ട് തടം ഉണ്ടാവും, നല്ല ഉയരത്തിലുള്ള തടമാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു 35 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള തടങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് 2 സൈഡിലേക്കും കുറച്ചൊരു സ്ലോപ്പ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ജൈവവളവും അടിവളമായിട്ട് ഉപയോഗിക്കുന്ന രാസവളങ്ങളൊക്കെ ആദ്യം കൊടുക്കും, അത് കൊടുത്തിരിക്കും. പിന്നെ 2 സൈഡിലേക്ക് ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ ലാറ്ററൽ ലൈൻ ഇട്ട് കൊടുക്കുക. അതായത് വെള്ളം ചെടികൾക്ക് തുള്ളി തുള്ളിയായിട്ട് ഡ്രിപ്പിലൂടെ കൊടുക്കാനുള്ള ലാറ്ററൽ ലൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ലാറ്ററൽ ലൈൻ എന്ന് പറഞ്ഞാൽ LLDPE പൈപ്പാണ്, ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ പൈപ്പ്. അത് ഇൻലൈൻ ഡ്രിപ്പറാണ് ഉപയോഗിക്കേണ്ടത്. 2 തരത്തിലുണ്ട്. ഓൺലൈൻ ഡ്രിപ്പറുണ്ട്, ഇൻലൈൻ ഡ്രിപ്പറുണ്ട്. ഓൺലൈൻ ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൃഷിക്കാരന് തന്നെ ഫിറ്റ് ചെയ്യാം. ഇൻലൈൻ ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്കാർ തന്നെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അത് ഇൻലൈൻ ഡ്രിപ്പർ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻലൈൻ ഡ്രിപ്പർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ മണ്ണ് ഏത് ടൈപ്പ് മണ്ണാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ ടൈപ്പ് മണ്ണാണെങ്കിൽ നമ്മൾ 40 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടുള്ള ഇൻലൈൻ ഡ്രിപ്പർ 2 ലിറ്റർ 1 മണിക്കൂറിൽ 2 ലിറ്റർ വെള്ളം തരുന്ന ഡ്രിപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം കളിമണ്ണ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അതൊരു 50 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട്, അതേസമയം മണൽ പ്രദേശമാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ, അങ്ങനെയാണ് നമ്മൾ ഇൻലൈൻ ഡ്രിപ്പർ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് മൾച്ചിങ് ഇടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റുകൾ. അതെ, മൾച്ചിങ് ഷീറ്റ് എന്ന് വെച്ചാൽ പൊതയിടാനായിട്ട് നമ്മൾ ഇടുന്നു. അപ്പോൾ ആ മൾച്ചിങ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം കറുപ്പും വേറൊരു ഭാഗം സിൽവർ കളറുമാണ്. അപ്പോൾ സിൽവർ ഓൺ ബ്ലാക്ക് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ സിൽവർ കളറ് സൂര്യന് അഭിമുഖമായിട്ടും ബ്ലാക്ക് കളറ് മണ്ണിനോട് അഭിമുഖമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഉള്ളിലോട്ട് കടക്കാത്തതുകൊണ്ട് കളകൾ ഉണ്ടാവുന്നില്ല, പിന്നെ മണ്ണ് തറഞ്ഞു പോവില്ല. സാധാരണ നമ്മളൊരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മണ്ണ് തറഞ്ഞു പോകും, പക്ഷേ ഇത് അതിൽ വരുന്നില്ല, ഉറച്ചു പോകും. അപ്പോൾ ഇതിൽ നല്ലോണം വായു സഞ്ചാരം ഉണ്ടാവും. പിന്നെ ചൂടിനെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത് കൊണ്ട് മണ്ണിൻ്റെ ചൂട് കുറവായിരിക്കും, താപനില കുറവായിരിക്കും. അപ്പോൾ ഈ ജീവാണുക്കളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കും. പിന്നെ മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താനായിട്ട് കഴിയും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വേരുകളുടെ പ്രവർത്തനവും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകാനായിട്ട് ചെടി നടാനുള്ള ഈ ചെറിയൊരു ഹോളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇലകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടും. അതുമാതിരി ഈ സിൽവർ കളറുള്ളതുകൊണ്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വിടുമ്പോൾ ചെടികൾക്ക് സൂര്യപ്രകാശം കുറവുള്ള സമയത്ത് പ്രകാശം കൂടുതൽ കിട്ടും. പിന്നെ എഫിഡ്സ് ത്രിപ്സ് അതിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. മണ്ണ് ചെടികളുടെ മുകളിലേക്ക് തെറിക്കുന്നില്ല. അതുമാതിരി കളകളില്ലാത്തത് കൊണ്ടും രോഗബാധക കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതയിട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് നമ്മൾ എപ്പോഴൊക്കെയാണ് വളം കൊടുക്കുക? അപ്പോൾ അടിവളമായിട്ട് നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഇൻലൈൻ ഡ്രിപ്പർ ഇട്ടിട്ടുണ്ട്. ഈ ഇൻലൈൻ ഡ്രിപ്പറിലൂടെ നമ്മൾ ഈ വെള്ളത്തോടൊപ്പം നമ്മൾ വളം കൊടുക്കണം. വെള്ളത്തോടൊപ്പം ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വളം ഫെർട്ടിഗേഷനായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അനുകൂലമായ ഘടകങ്ങൾ കാലക്രമത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് അത് സമയാസമയങ്ങളിൽ ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഫെർട്ടിഗേഷൻ. അതെ, കൃത്യമായി ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും വളവും കൊടുക്കുക. ഈ നമ്മൾ വളവും എല്ലാം പൈപ്പിലൂടെ കൊടുക്കുന്നത് പോലെ തന്നെ ഈ ചെടികളുടെ മുകളിൽ അതായത് ഇലകളിൽ ഫോളിയാർ ആപ്ലിക്കേഷൻസിനെ കുറിച്ചുകൊണ്ട് വിശദീകരിക്കണം. ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആയാലും ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ആയാലും നമ്മൾ വളരെയധികം വിളവ് തരുന്ന ഹൈബ്രിഡ് ഇനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹൈബ്രിഡ് ഇനങ്ങളാകുമ്പോൾ വിളവ് വളരെ കൂടുതലാകുമ്പോൾ അതിന് ന്യൂട്രിയൻസും കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വളരെയധികം മൈക്രോ ന്യൂട്രിയൻസും എല്ലാം ഇങ്ങനെ എടുത്തു പോകുന്നുണ്ടോ. അപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോളിയർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇലയുടെ മുകളിൽ നമ്മൾ വളം സ്പ്രേ ആയിട്ട് കൊടുക്കുന്നു. അതിപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം അങ്ങനെയുള്ള എല്ലാ പ്രൈമറി ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കാം നമുക്ക് അങ്ങനെ ഫോളിയറായിട്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൊടുക്കാം. പക്ഷേ ഗ്രീൻ ഹൗസിൽ രാവിലെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ രാവിലെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി നന്നായിട്ടുണ്ടാവും. ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്ന സമയത്ത് ചെടികളുടെ ഈ സ്റ്റൊമാറ്റോ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കും. അതേസമയം രാത്രി സമയത്ത് ഇതൊന്ന് വെറ്റാവുമ്പോൾ കൂടുതൽ അത് വീണ്ടും അബ്സോർപ്ഷൻ കുറച്ചുകൂടി നടക്കാനായിട്ട്. ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം നമുക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ജലസേചനമായിരിക്കും നടക്കുക. പക്ഷേ ചില പ്രദേശങ്ങളിൽ ചെളിവെള്ളമാണ് എങ്കിൽ ഈ പൈപ്പുകളൊക്കെ അടഞ്ഞു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. സാധാരണ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജലസേചനം പൈപ്പുകളിൽ കൂടെ തന്നെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, ബ്ലോക്ക് ഒക്കെ വരാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇത്രയധികം സാങ്കേതികവിദ്യ പ്രയോഗിച്ച് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലായില്ലേ? വെള്ളത്തിൻ്റെ നമ്മുടെ വീട്ടിലെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അത് ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള ഫിൽറ്ററുകളുണ്ട്. പല വിധത്തിലുള്ള ഫിൽറ്ററുണ്ട്. 4 തരം ഫിൽറ്ററാണ്. ഒന്ന് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ, പിന്നെ സാൻഡ് ഫിൽറ്റർ, സ്ക്രീൻ ഫിൽറ്റർ, ഡിസ്ക് ഫിൽറ്റർ. ഇപ്പോൾ ഒരാളുടെ വീട്ടിലെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമെന്ന് ചോദിച്ചുള്ളൂ, വലിയ കരടിയൊന്നുമില്ല,
അങ്ങനെയാണെങ്കിൽ അയാൾ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഡിസ്ക് ഫിൽറ്റർ മാത്രം ഉപയോഗിച്ചാൽ മതി. അതേസമയം അയാളുടെ വീട്ടിലെ വെള്ളത്തിൽ നിറയെ ചെളി ഇങ്ങനെ പൊന്തിക്കിടക്കുന്നുണ്ട്. കുളത്തിലെ വെള്ളമാണ്. കുളത്തിലെ വെള്ളമാണെങ്കിൽ ചിലപ്പോൾ പൂപ്പായ ഉണ്ടാവും, ആൽഗെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും, പിന്നെ ചെളി മാതിരിയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മളൊരു സാൻഡ് ഫിൽറ്റർ പ്രൈമറി ഫിൽറ്ററായിട്ട് ഉപയോഗിക്കണം, സെക്കൻഡറി ഫിൽറ്ററായിട്ട് ഒരു ഡിസ്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ ഫിൽറ്റർ ഉപയോഗിക്കണം. അതേസമയം ചിലപ്പോൾ കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ട്യൂബ് വെല്ലിൽ നിന്നായാലും മണൽ വരും, വെള്ളത്തോടൊപ്പം മണൽ വരും. അപ്പോൾ നമ്മൾ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ ഉപയോഗിക്കണം പ്രൈമറി ഫിൽറ്ററായിട്ട്. സെക്കൻഡറി ഫിൽറ്ററായിട്ട് സ്ക്രീൻ ഫിൽറ്ററോ ഡിസ്ക് ഫിൽറ്ററോ ഉപയോഗിക്കാം. പക്ഷേ ഗ്രീൻ ഹൗസിൽ എപ്പോഴും നമ്മളൊരു ഡിസ്ക് ഫിൽറ്റർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഫോഗർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോഗറിലൂടെ വരുന്ന വെള്ളം വളരെ ചെറിയ, അതെ, ഒരു 70 മുതൽ ഒരു 110 മൈക്രോൺ ഡ്രോപ്ലെറ്റ് സൈസേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്ക് ഫിൽറ്റർ വളരെ ചെറിയ കരടിനെ പോലും മാറ്റുന്നതുകൊണ്ട് ഡിസ്ക് ഫിൽറ്റർ. അപ്പോൾ ഈ നമ്മുടെ ജലസേചനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇത്രയധികം അക്സസറീസ് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫെറ്റിഗേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരേണ്ടത്? ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ അലിയാവുന്ന വളമാണ് നമ്മൾ ഉപയോഗിക്കുക. സാധാരണ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് കിട്ടുന്ന എല്ലാ വളങ്ങളും നമുക്ക് ഫെർട്ടിഗേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ യൂറിയ ഉപയോഗിക്കാം, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഉപയോഗിക്കാം, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉപയോഗിക്കാം. പക്ഷേ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ബാക്കി സോളബിൾ ഫെർട്ടിലൈസേഴ്സ് വേറെ ഉണ്ട്, മൾട്ടിക്കെ ഉണ്ട്, പോളിഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, അങ്ങനെ കുറച്ച് വളങ്ങളുണ്ട്. വാട്ടർ സോളബിൾ ആണ്, പൂർണ്ണമായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ്. ഈ വളങ്ങൾ നമുക്ക് വെള്ളത്തോടൊപ്പം കൊടുക്കാൻ പറ്റും, ഡ്രിപ്പിലൂടെ കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഫെർട്ടിഗേഷൻ യൂണിറ്റുകളുണ്ട്. അത് ഫെർട്ടിലൈസർ ടാങ്ക് ആവാം, ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ ആവാം, അതല്ലെങ്കിൽ വെഞ്ചുറി ആവാം. ഇതിലേതെങ്കിലും ഫെർട്ടിലൈസർ പമ്പുണ്ട്. പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ആ ടാങ്കിൽ നമ്മൾ വളം ആക്കി കൊടുക്കുന്നു. അത് പ്രഷറൈസ്ഡ് ആവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ലയിച്ചു കൊണ്ടുപോവാണ്. വെഞ്ചുറി എന്ന് പറയുമ്പോൾ അതിനൊരു കൺവെർജിങ് സെക്ഷൻ ഉണ്ട്, ത്രോട്ട് ഉണ്ട്, ഡൈവർജിങ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്ഷനിൽ കൺവെർജിങ് സെക്ഷനിലൂടെ വരുമ്പോൾ ഈ ത്രോട്ടിലേക്ക് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറയും. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. അപ്പോൾ കുറവ് പ്രഷർ ഉള്ളിടത്തേക്ക് ഇത് സക്ക് ചെയ്ത് പോകും. മറ്റേത് ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ, അതിലൊരു പമ്പാണ്, ഡയഫ്രം പമ്പ് അല്ലെങ്കിൽ പ്ലഞ്ചർ പമ്പ് അങ്ങനെ ഉണ്ടായിരിക്കും. അതിൻ്റെ ആക്ഷൻ കൊണ്ടാണ് അതിൽ നടക്കുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള തോതിൽ എല്ലാ ചെടികൾക്കും സമാനമായ രീതിയിൽ തന്നെ വളവും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇറിഗേറ്റ് ചെയ്യുമ്പോഴും കൊടുക്കുക. ഏറ്റവും മാക്സിമം നമ്മൾ 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കണം. അപ്പോൾ ഓരോ ചെടികൾക്കും ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പച്ചക്കറി ആയാലും ഫ്ലവർ ക്രോപ്പ് ആയാലും ഫ്രൂട്ട് ക്രോപ്പ് ആയാലും അതിനൊക്കെ ഓരോ ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റുട്ടീനായിട്ട് കൊടുക്കണം. അതുമാതിരി അടിവളം കൊടുക്കണം. പക്ഷേ എന്നിട്ടും ഡെഫിഷ്യൻസി കാണിക്കുമ്പോഴാണ് നമ്മൾ ഫോളിയർ ആയിട്ട് കൊടുക്കും. റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ നോക്കണം. എപ്പോഴും ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ആയാലും കൃത്യത കൃഷി അല്ലെങ്കിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യുമ്പോൾ ആ കർഷകൻ ചെടിയെ നന്നായി ഒബ്സർവ് ചെയ്യണം. ആ ചെടിക്കുണ്ടാവുന്ന ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, രോഗകീടങ്ങൾ, ഇതെല്ലാം വളരെ നന്നായി വാച്ച് ചെയ്ത് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോളി ഹൗസ് ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കർഷകൻ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ വൈദഗ്ധ്യം തേടിയിരിക്കണം എന്നുള്ളതാണ്. ഓപ്പൺ പ്രിസിഷൻ ഇപ്പോൾ നല്ലോണം സ്ഥലമുള്ള ഒരാളാണെങ്കിൽ ആദ്യം ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് കൾട്ടിവേഷനിൽ പോയാൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്താൽ എങ്ങനെയാണ് ചെടി നമ്മൾ വളം കൊടുക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇപ്പോൾ വളം കുറവായി കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ വേറൊരു സാമ്പത്തികമായിട്ടും നോക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കൊടുക്കാനായിട്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി ഉപയോഗിച്ചുകൊണ്ട് ഫിൽറ്ററുകൾ, വെഞ്ചുറി യൂണിറ്റ് അല്ലെങ്കിൽ ഫെർട്ടിഗേഷൻ യൂണിറ്റുകൾ ഫിറ്റ് ചെയ്യാം. അപ്പോൾ മെയിൻ പൈപ്പ്, സബ് മെയിൻ പൈപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസിൻ്റെ അടുത്ത് വരെ നമുക്ക് പൈപ്പ് വന്നിട്ടുണ്ടാവും. പിന്നെ ലാറ്ററൽ പൈപ്പ് മാത്രം കൊടുക്കേണ്ട ഒരു കോസ്റ്റേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ മിഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷനും ഒക്കെ ഈ പ്രൊട്ടക്റ്റീവ് ഫാമിംഗ് ഹൈടെക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഹൈടെക് കൃഷി എന്ന് പറയുന്ന ഭൂമി ഉള്ള ആളുകൾക്ക് ചെയ്യാം, എന്നാൽ ഭൂമി ഇല്ലാത്ത
സ്ഥലമില്ല, പക്ഷെ വലിയ വീടുകളുണ്ട്. വീടിൻ്റെ മട്ടുപ്പാവുകളിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണല്ലോ. പ്രത്യേകിച്ച് നഗരങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വിദ്യാഭ്യാസമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അല്ലാതെ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചവർ ജീവിതത്തിനെ സുസ്ഥിരമായി പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു വിനോദം വേണം. അതിന് കൃഷി ഒരു അവലംബിപ്പിക്കുന്ന ഒരു രീതി കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അവർക്ക് കൃഷി ഈ ഹൈടെക് ഫാമിംഗ് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം? ഹൈടെക് ഫാമിംഗ് നമുക്ക് അവർക്ക് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് അവർക്ക് സ്ഥലം ലീസിന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈടെക് കൾട്ടിവേഷൻ അവരുടെ വീട്ടിലാവശ്യത്തിന് വേണ്ടി ചെയ്യാം, മുകളിൽ ടെറസിൻ്റെ മുകളിൽ ചെയ്യാം, അതല്ലെങ്കിൽ അടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധികം അധ്വാനമില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒറ്റയ്ക്കാണെങ്കിൽ മക്കളൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ ആ ഒരു ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈവൺ അസുഖങ്ങളുള്ള ആൾക്കാർക്കായാലും സ്വന്തം വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അതിനെ പരിചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ സ്വന്തം വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം, പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുന്നു. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടാവും. ആ ഒരു ഇത് നമുക്ക് എത്ര പറഞ്ഞാലും അതിന് ഈക്വൽ ആവില്ല. ഈ ഹൈടെക് ഫാമിങ്ങിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഞാൻ ഓർക്കുന്നുണ്ട്, മാഡം തന്നെ പല കാലങ്ങളിൽ പല സമയങ്ങളിൽ പല ജേണലുകളിലൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആളുകൾ ഇത് സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്തിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഹൈടെക് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങും അതുപോലെ തന്നെ പോളി ഹൗസ് ഫാമിങ്ങും ഒക്കെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട്? ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കൂടുതലായിട്ട് പാലക്കാട് ഏരിയയിലാണ് കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ കൂടുതലായിട്ട് വയനാട്, തൃശ്ശൂർ ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത്. മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്, ഒരു 10-45 അങ്ങനെ അത്രയൊക്കെ ഉണ്ട്. കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 1000 എണ്ണത്തോളത്തിന് മേലേക്ക് ആയിട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതാണ് പറയുന്ന കണക്കുകൾ. അപ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾ, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആദ്യമൊക്കെ ആളുകൾ 400 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 200 സ്ക്വയർ മീറ്റർ അങ്ങനെയൊക്കെയാണ്. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ 1 ഹെക്ടർ അങ്ങനെയൊക്കെയാണ്. കേരളത്തിൽ ഇപ്പോഴാണ് കുറച്ച് നല്ല വലിയ ഫാമേഴ്സ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വെൽ സ്റ്റഡീഡ് അല്ലാതെ ചെയ്ത ആളുകളുണ്ട്, സബ്സിഡി കിട്ടാൻ വേണ്ടി വന്ന ചില ആളുകളുണ്ട്, ചില ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി ഒരു പക്ഷേ കുറേ കൂടി ഇതിനോട് പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെ വന്നാൽ കുറച്ചുകൂടി നന്നായിട്ട്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ കൃഷി ഒരു വലിയൊരു ആഗ്രഹമാണ്. അത് നടപ്പിലാക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലുണ്ടാകുന്ന ഒരു റിസ്ക്, ബിസിനസ്സിലുള്ള പോലെ റിസ്ക് കൃഷിയിലുമുണ്ട്. രണ്ടാമത്, ഇത്രയും കാശ് മുടക്കി കഴിഞ്ഞാൽ ഇതിന് ആരാണ് നമുക്ക് ഈ സാങ്കേതിക വിദ്യ പറഞ്ഞു തരിക, ആരെ കൊണ്ടായിരിക്കണം ഇതൊക്കെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് ഈ കൃഷി രീതി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാശ് പലർക്കും നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ശരിയായ പരിശീലനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഓഫീസേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 5 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുമാതിരി 10 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ദിവസത്തെ ട്രെയിനിങ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഫാമേഴ്സിന് വേണ്ടിയിട്ട്, അതെ നവാഗതരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ട്, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇതും ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന കർഷകർക്ക് നമ്മൾ ഫീസ് വെച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ബാക്കി ഓഫീസേഴ്സിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നമ്മൾ ഫ്രീ ആയിട്ടാണ് ട്രെയിനിങ് കൊടുക്കാറ്. പുതുതായിട്ട് വരുന്നവർക്ക് നമ്മൾ ഫീസ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള ആളുകൾ വന്നാൽ മതി, ആവശ്യമുള്ള ആൾക്കാർക്ക് അവസരം കിട്ടുകയും വേണം. അല്ലാതെങ്കിൽ അങ്ങനെ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള ആളുകൾ. നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകാം. നമുക്ക് ഇത്തരത്തിലുള്ള പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ട് കാർഷിക സർവകലാശാലയുമായിട്ട് ബന്ധപ്പെടാം എന്നുള്ളതുപോലെ തന്നെ ഇങ്ങനെയൊരു കൃഷി രീതി ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയൊക്കെ സമീപിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധരുടെ ഒരു പട്ടിക, ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കാൻ കഴിയുമോ? ഞങ്ങൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ സർവീസ് തരുന്ന ആളുകളുടെ അഡ്രസ്സ്, ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ ബുക്കിൻ്റെ കൂടെ തന്നെ സർവീസ് കൊടുക്കുന്ന ആളുകളുടെ അഡ്രസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി ആയിട്ട് അതിനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല.
ഒന്നും അറിയാത്ത ആളുകൾക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്കാണ്, അല്ലാണ്ട് യൂണിവേഴ്സിറ്റി അവരെ അങ്ങനെയല്ല. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായി. പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹൈടെക് ഫാമിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിഥിയുമായി ബന്ധപ്പെടാം. അതിഥിയുടെ വിലാസം ഇതാണ്: ഡോക്ടർ പി സുശീല, അസോസിയേറ്റ് പ്രൊഫസർ, ഇൻസ്ട്രക്ഷണൽ ഫാം, കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. ടെലിഫോൺ നമ്പർ 9961533547. ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി കാണും, നമുക്ക് ഒരത്താണിയായി ഹൈടെക് ഫാമിംഗ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്ന്. എല്ലാവർക്കും വിജയാശംസകളോടെ നമുക്ക് ഈ പരിപാടി ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ വിലയിടിവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വിദഗ്ധർ. പൈനാപ്പിൾ മിഷൻ 1500 ഹെക്ടർ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി വ്യാപിപ്പിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ ബോർഡും റബ്ബർ മേഖലയിലെ പ്രമുഖ സംഘടനകളും സംയുക്തമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇന്ത്യ റബ്ബർ മീറ്റ് 2015 റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക, വാണിജ്യ, സാങ്കേതിക വിഷയങ്ങൾ ചർച്ച ചെയ്തു. കൊച്ചിയിൽ നടന്ന 2 ദിവസത്തെ പരിപാടികളിൽ വിദേശ പ്രതിനിധികളടക്കം രാജ്യാന്തരതല വിദഗ്ധർ പങ്കെടുത്തു. പ്രകൃതിദത്ത റബ്ബറിന്റെ വൻതോതിലുള്ള ആവശ്യവും പ്രാധാന്യവും തുടരുമെന്നും ഇന്ത്യൻ റബ്ബർ മേഖല അന്താരാഷ്ട്ര തലത്തിൽ മത്സരക്ഷമത കൈവരിക്കുമെന്നും ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ അഭിപ്രായപ്പെട്ടു. പരിമിത വിഭവങ്ങൾ, അനന്ത സാധ്യതകൾ എന്ന വിഷയത്തെ അധികരിച്ച് സംഘടിപ്പിച്ച റബ്ബർ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ സങ്കീർണമായ കമ്പോള ഉൽപ്പന്നമാണ് പ്രകൃതിദത്ത റബ്ബറെന്നും സാമ്പത്തിക സാഹചര്യങ്ങൾ മാത്രമല്ല റബ്ബറിനെ ബാധിക്കുന്നതെന്നും ലോകബാങ്കിന്റെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോൺ ബാഫിസ് പറഞ്ഞു. അടുത്ത വർഷത്തോടെ ആഗോള സാമ്പത്തിക രംഗത്ത് വളർച്ച പ്രതീക്ഷിക്കുന്നതിനാൽ റബ്ബർ വിപണി വിലയിൽ 4.1% വർധനയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബറിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിലയിടിവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുൻകാലങ്ങളിലെ പോലെ റബ്ബർ വിപണി ശക്തമായി തിരിച്ചുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ റബ്ബർ ബോർഡ് അധ്യക്ഷൻ A. ജയതിലക്, റബ്ബർ മീറ്റ് സംഘാടക സമിതി വൈസ് ചെയർമാൻ വിനോദ് സൈമൺ എന്നിവർ സംസാരിച്ചു. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബർ കഴിഞ്ഞ ഒരു 4-5 നൂറ്റാണ്ടായിട്ട് നമ്മുടെ ജീവിത രീതി തന്നെ കംപ്ലീറ്റ് മാറ്റി മറിച്ചതാണ്. ഏത് വാഹനത്തിലായാലും അതുപോലെ യന്ത്രസാമഗ്രികളിലായാലും ഈ റബ്ബറിൻ്റെ ഉപയോഗം വളരെയേറെയുണ്ട്. ഒരു കാലത്ത് നാച്ചുറലായിട്ട് കിട്ടുന്ന റബ്ബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ഈ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നും ഉണ്ടാക്കുന്ന സിന്തറ്റിക് റബ്ബർ വളരെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസിലും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ മേഖല, പ്രത്യേകിച്ച് സ്വാഭാവിക റബ്ബർ മേഖല വളരെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷമായിട്ട്. ഇപ്പോൾ അത് ഇന്ത്യയെ അപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളുടെ കാര്യം ഇതിലേക്കാളിലും വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ ഇന്ത്യയിലാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് കൂടിയ വില ലഭിക്കുന്നത്.
പക്ഷെ അതുകൊണ്ട് ഇവിടുത്തെ ചെറുകിട കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നില്ല. റബ്ബർ വിലയെ പറ്റി ആലോചിച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഒരു എക്കണോമിക് സൈക്കിളിൽ വില കൂടും കുറയും, ഒരു താമസിക്കാതെ തന്നെ ഒരു വില വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷിത പൈനാപ്പിൾ കൃഷി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരള പൈനാപ്പിൾ മിഷൻ 15,000 ഹെക്ടർ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി വ്യാപിപ്പിക്കുന്നു. പൈനാപ്പിൾ സംഭരണത്തിലൂടെ കർഷകർക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുന്നതിന് വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനി വഴി 17 രൂപയ്ക്ക് പൈനാപ്പിൾ സംഭരിക്കുന്നുണ്ട്. ഇതിന്റെ 60% തുക പൈനാപ്പിൾ മിഷൻ നൽകുന്നതാണ്. പൈനാപ്പിൾ കൃഷിയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിപ്പിക്കുന്നതിന് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കും. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം കൂൺ കൃഷിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ CD തയ്യാറാക്കി. കൂടാതെ ജൈവവളങ്ങൾ, വാഴ ഉൽപ്പന്നങ്ങൾ, സസ്യ നഴ്സറി പരിപാലനം, കാട വളർത്തൽ, ആടുവളർത്തൽ, ഔഷധ സസ്യകൃഷി, വാഴനാരിൽ നിന്നുള്ള അലങ്കാര വസ്തു നിർമ്മാണം തുടങ്ങി 17 കാർഷിക വിഷയങ്ങളുടെ വീഡിയോ CDകൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0460 2 226 087. കോഴിക്കോട് പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കുറ്റിക്കുരുമുളക് തൈകൾ, ജാതി ഗ്രാഫ്റ്റ് തൈ, ഗ്രാമ്പൂ തൈ, ശീതകാല പച്ചക്കറി തൈകൾ എന്നിവ ലഭ്യമാണ്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0496 2 666 041. പയറുവർഗ വിളകൾ നടുന്നതിനുള്ള പൾസ് സീഡർ എന്ന യന്ത്രത്തിന് തമിഴ്നാട് കാർഷിക സർവകലാശാല രൂപം നൽകി. ട്രാക്ടറിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന സീഡർ 5 ബോക്സുകൾ ഉണ്ടാകും. ഇതിലിടുന്ന വിത്തുകളെ ഒരടി അകലത്തിൽ കൃഷിയിടത്തിൽ പാകാൻ യന്ത്രത്തിന് കഴിയും. ഒരു ദിവസം 1 ഹെക്ടർ സ്ഥലത്ത് യന്ത്രം ഉപയോഗിച്ച് പയറുവർഗ്ഗങ്ങൾ നടാവുന്നതാണ്. കൃഷിയുടെ പരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്നും യന്ത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തതിലൂടെ വിളവ് ഇരട്ടിയോളം എത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് തമിഴ്നാട് കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0422 6 611 210. വിള ആരോഗ്യ പരിപാലന കീടരോഗ നിരീക്ഷണ പദ്ധതിയുടെയും മണ്ണ് സസ്യ പരിപോഷണ പദ്ധതിയുടെയും ഭാഗമായി ജില്ലാതലത്തിൽ ഈ മാസം 9-ാം തീയതി ആനാട് ചുള്ളിമാനൂരിൽ ഒരു സെമിനാർ നടത്തുന്നു. സെമിനാറിൽ വിള ആരോഗ്യ പരിപാലനം, കീടരോഗ നിരീക്ഷണം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നടത്തും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 13,200 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 12,900 രൂപ. കൊപ്ര കൊച്ചി കിൻഡലിന് 8,980 രൂപ, കോഴിക്കോട് 9,600 രൂപ, തൃശൂർ 8,800 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 52,000 രൂപ, ഗാബിൾഡ് 55,000 രൂപ. ചുക്ക് മീഡിയം 22,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ സേലം 8,200 രൂപ, ഈറോഡ് 8,600 രൂപ. അടയ്ക്ക 23,000 രൂപ മുതൽ 24,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,800 രൂപ, RSS 4-ാം ഗ്രേഡ് 12,500 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,900 രൂപ, RSS 4-ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 13,200 രൂപ, കൊപ്ര 8,980 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,600 രൂപ, റോട്ടറി 2,900 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 52,000 രൂപ, ഗാബിൾഡ് 55,000 രൂപ. ചുക്ക് മീഡിയം 22,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 23,000 രൂപ മുതൽ 24,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 290 രൂപ മുതൽ 310 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 520 രൂപ മുതൽ 550 രൂപ വരെ. ജാതിപത്രി 800 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 980 രൂപ മുതൽ 1,075 രൂപ വരെ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,800 രൂപ, RSS 4-ാം ഗ്രേഡ് 12,500 രൂപ. ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 7,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിളവെടുപ്പ് വ്യാപകമായതോടെ വിപണി വിൽപ്പന സമ്മർദ്ദത്തിൽ. ചരക്ക് വരവ് ഉയർന്നെങ്കിലും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് കുരുമുളക് ഡിമാൻഡ് ഉയർന്നില്ല. ഹോളി ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ ബാങ്കുകാർ രംഗത്ത് തിരിച്ചെത്തും. അൺഗാർബിൾ കുരുമുളക് വില 520 രൂപ. STCയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിന് വന്ന 22,969 കിലോ ചരക്ക് പൂർണ്ണമായും ലേലം കൊണ്ടു. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ചരക്കെടുത്തു. മികച്ച ഇനങ്ങൾ കിലോ 1,008 രൂപയിലാണ്. റബ്ബർ ഉൽപാദനം
സ്തംഭിച്ചിട്ടും വ്യവസായികൾ ഷീറ്റ് വില ഇടിച്ചത് സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. വിദേശ മാർക്കറ്റുകളിലെ തളർച്ച കണ്ട് ഇറക്കുമതിക്ക് തന്നെയാണ് വ്യവസായികൾ മുൻതൂക്കം നൽകിയത്. നാളികേരയുടെ കിലോ 125 രൂപ. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചിട്ടും കൊപ്രക്ഷാമം നിലനിന്നത് വെളിച്ചെണ്ണയ്ക്ക് താങ്ങായി. ആഭ്യന്തര ഡിമാൻഡിൽ ചുക്ക് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9. കോഴിക്കോട് 34.4, 25.8. കൊച്ചി 32.2, 26.2. ആലപ്പുഴ 33.8, 26. പുനലൂർ 35, 23.2. തിരുവനന്തപുരം 33.4, 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.